അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഞാൻ മുഅ്മിനാണ്. ഇങ്ങനെ പറയാൻ സുന്നത്താണെന്നാണ് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ പറയാ. ഇസ്തഹബ്ബ അഹ്ലുസുന്ന, അഹ്ലുസുന്നയുടെ ആളുകൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയൽ മുഅ്മിനാണോ എന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ്. അവിടെയാണ് കേട്ടോ. ഈ ഹാരിസ് തന്നെയാണോ ഇൻഷാ അല്ലാഹ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഖേറാണെങ്കിൽ ഈ ബദരക്കാരനാണോ ഇൻഷാ അല്ലാഹ് അതൊന്നും പറയണ്ട. നീ മുഅ്മിനാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഇൻഷാ അല്ലാഹ്. എന്തിനാ അങ്ങനെ പറയാൻ കാരണം? എത്ര കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞ്? എത്ര? 4 കാരണങ്ങളാണ്. ഒന്ന് ഈമാൻ എന്ന് പറയുമ്പോ ശരിയായ മുഅ്മിനാവണമെന്നല്ലേ പറഞ്ഞതിനർത്ഥം? അത് നമുക്കൊക്കെ ആവാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈമാനിന്റെ കമാൽ, ഈമാനിന്റെ പരിപൂർണത അത് ഒരു അഹ്ലുസുന്നയുടെ ഒരാൾക്കും, അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ പറ്റി അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയാം. സുന്നത്ത് നബിതങ്ങൾ, ജമാഅ നബിയുടെ സ്വഹാബികൾ, ഹബീബും ഹബീബിന്റെ സ്വഹാബത്തും ജീവിച്ച വഴിയും ലോകത്ത് വിജയിക്കുന്ന ഒരു വിഭാഗമാണെന്ന് നബിതങ്ങൾ പറഞ്ഞു. മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബിമാരും ജീവിച്ച വഴിയും. അതായി അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അത് കേരളത്തിലെ സുന്നികൾ മാത്രമാണ് നല്ലതിന്റെ അർത്ഥം. അഹ്ലുസുന്ന വൽ ജമാഅ, ഹബീബിനെ ഇത്തിബാഅ ചെയ്യുന്ന ലോകത്തുള്ള എല്ലാവർക്കും അതാ പറയാം. ഹബീബിന്റെ സ്വഹാബത്തിനെയും ഇത്തിബാഅ ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോ നമുക്ക് ഈമാൻ പരിപൂർണമായോ എന്ന് ചോദിച്ചാൽ പരിപൂർണമായി എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്, അല്ലാഹു പരിപൂർണമാക്കി തരുകയാണെങ്കിൽ ഞാൻ മുഅ്മിനായിരിക്കും. പക്ഷെ എനിക്ക് പറയാൻ ധൈര്യമില്ല പൂർണ്ണമായ മുഅ്മിനാണോ. അതാണ് ഒരു കാരണം. 2, ഇപ്പൊ മുഅ്മിനൊക്കെ ഈമാന്റെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടുമോ? ഇബ്ലീസ് വന്ന് പറയുന്ന ഇബ്ലീസിന്റെ ആളുകളോട്, ശൈത്താന്മാരോട്, ശൈത്താന്മാരെ നോക്കിക്കോ, ഇയാൾ ഇപ്പം മരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാളെ ചൊല്ലിയെങ്ങാനും മരിച്ചാൽ ഇയാളെ പഴപ്പിക്കാൻ പിന്നെ നിങ്ങളെ കൊണ്ട് കഴിയില്ല. വേഗം നോക്കിക്കോളൂ, എല്ലാരും ഇങ്ങോട്ട് വാ, ഈ മനുഷ്യനെ പഴപ്പിക്കാൻ നോക്ക്. ഇയാൾ മരിച്ചുപോയാൽ ഇനിയൊരു ചാൻസ് കിട്ടൂല, ഇയാൾ തൗഹീദിലല്ലാതെ മരിക്കണം എന്ന് പറഞ്ഞ് ഖാത്തിമത്തിന്റെ നേരത്തെ ഈമാൻ ഊരപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മരിക്കണ നേരത്തെ ഈമാൻ ഉണ്ടാവോ എന്ന് ആർക്കറിയും? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ചില ത്വരീഖത്തൊക്കെ നമ്മുടെ നാടുകളിൽ ഇപ്പോള്ളത് വളരെ വേദനയിൽ പറയാണ്. സമസ്തയിലെ ജമീഅത്തുൽ ഉലമയൊക്കെ അത് നേർവഴിയിലല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ വഴികളിൽ പോലും നിങ്ങളെ ബൈഅത്ത് ചെയ്താൽ മരിക്കുമ്പോ ഈമാൻ ഉറപ്പാണ് എന്നാണ് പറയാം. പുഞ്ചിരിച്ച് മരിക്കാൻ പറ്റും, അതുകൊണ്ട് ഞങ്ങളുടെ ശൈഖിന്റെ കൂടെ കൂടിക്കോളൂ. ഇത് ശറഇൽ പറയാൻ പാടുണ്ടോ ഇല്ലേ എന്ന് വഴിയെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയൊന്നും ഒരാൾക്കും അവകാശവാദം പറയാൻ കഴിയില്ല. ആ ഷെയ്ഖിന്റെ കാര്യം എന്താവുമെന്ന് പേടിക്കേണ്ട ആളാണ്. പിന്നെ അനുയായികളുടെ വിഷയം, എന്റെ കൈപിടിച്ചാൽ നിങ്ങളുടെ ഈമാൻ ഞാൻ രക്ഷപ്പെടുത്തി തരാം. മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾ കരയുന്നൊരു രംഗം വരാൻ പോകുന്നുണ്ട്. സൽമാനുൽ ഫാരിസി എന്ന സ്വഹാബികളിൽ പ്രഗത്ഭനായ സ്വഹാബിയുൽ ജലീൽ, അവർക്കൊക്കെ പേടിയാണ്. ഞാൻ എന്റെ ഈമാനോടുകൂടെ മരിക്കുമെന്ന് ഉറപ്പാണെന്ന് ഒരാൾ പറഞ്ഞാൽ ഫഹുവ മുനാഫിഖുൻ, അവര് മുനാഫിഖാണെന്ന് ഈ ശറഇന്റെ ആലിമീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പേടിക്കണം. ഇവിടെ നല്ല മനുഷ്യന്മാരെ നിങ്ങൾക്ക് തോന്നുന്ന ഒരാളുടെ കൂടെ കൂടി എന്ത് പറയാം, ഇൻഷാ അല്ലാഹ് അമല് ചെയ്യുന്നുണ്ട്, രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. മഹാന്മാരോടൊക്കെ ഹുബ്ബുണ്ട്, ആ ഹുബ്ബിന്റെ മദദ് കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കാം. പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. അങ്ങനെയാ പറയേണ്ടത്. മഹദി ശൈഖ് തങ്ങളുടെ മക്കാമിലുള്ളവരൊന്നും ഇപ്പല്ലല്ലോ. അങ്ങനെ പറയാം. എന്തൊക്കെ ഡയലോഗ്, ഞങ്ങൾ വരെ സ്വർഗത്തേക്ക് ഞാൻ പിടിച്ചോണ്ടുപോയിക്കോളാം. ആരായി പറയണത്? അങ്ങനെ ആർക്കെങ്കിലും പറയാൻ ധൈര്യം വരുമോ? ആ പറയുന്ന ആള് സ്വർഗത്തിലാന്ന് എങ്ങനെ? ഫാത്തിമ ബീവിയോട് ഹബീബ് പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ, അമല് ചെയ്ത ഫാത്തിമ, എന്റെ വാപ്പ നബിയാണെന്ന് പറഞ്ഞ് നാളെ രക്ഷപ്പെടാൻ കഴിയൂലട്ടോ. മുത്ത് നബി ആരോട് പറയാ? ഹബീബിന്റെ കരളിന്റെ കഷ്ണത്തോട്. 21ാം നൂറ്റാണ്ടിലൊക്കെ ജീവിക്കുന്ന നമ്മൾ, അത് അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ തന്നെയും ഞാൻ ഹബീബിന്റെ പരമ്പരയിലാണ്, എന്റെ കാര്യം രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്. പറയാൻ പാടില്ല. രക്ഷപ്പെടണം, പെടട്ടെ, അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ എന്നല്ലാതെ ഞാൻ സ്വർഗത്തേക്ക് ഉറപ്പാണ്, എന്റെ കൂടെ പോയി ഞാൻ കൊണ്ടുപോകാം, ഇതൊന്നും ഒരാൾക്കും പറയാൻ പാടില്ല. ഇൽമ്, ദീൻ, ശരീഅത്ത് പഠിക്കണം, എന്നിട്ട് ത്വരീഖത്തൊക്കെ ഉള്ളൂ. ശരീഅത്ത് പഠിക്കാതെ ഹഖീഖത്തും ത്വരീഖത്തും ഇല്ല. ശരീഅത്ത് വേണം, അതാണ് അതിന്റെ മദാർ. ഈ ശരീഅത്ത് പഠിക്കാതെ എന്തൊക്കെ ആരൊക്കെയോ വിളിച്ചു പറയുന്നു, അതൊക്കെ കേട്ടിരുന്നിട്ട് പിന്നെ അങ്ങോട്ട് ഹാലളകാണ്.
ശരീഅത്ത് എന്താണ്, ഫിഖ്ഹ് എന്താണ്, ഹദീസ് എന്താണ്, ഇതിനൊന്ന് പുല്ലുവില. പിന്നെ നമ്മുടെ ഷെയ്ഖ് പറയണ, മൂപ്പര പറയണ അതാണ് ദീന്. ഇമാം ബൈഹഖി തങ്ങൾ പറഞ്ഞതോ അല്ലെങ്കിൽ ഇമാം റാസി തങ്ങൾ അതൊന്നും ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ വിചിത്രമായ കാഴ്ചപ്പാടുകൾ കാണുമ്പോ വേദന തോന്നാറുണ്ട്. റബ്ബേ, ഈ ഖൗമൊക്കെ ശരീഅത്തിൽ നിന്നാണല്ലോ റബ്ബേ അകന്നു പോകുന്നത് എന്ന്. എത്രയോ ദീനിന്റെ ആലിമീങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും പഠിക്കാതെ അങ്ങോട്ട് പോവുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്നിട്ട് ഞങ്ങൾ രക്ഷപ്പെടുന്ന ഉറപ്പാണ്. എന്നിട്ട് ഓരോ കഥ പറയാം. മറ്റാൾ മരിച്ചപ്പോ ചിരിച്ചോലു, മറ്റാൾ മരിച്ചപ്പോ പിന്നെ അടുത്ത ആൾ സ്വപ്നം കണ്ടോലു, അയാൾ ഈമാനോടുകൂടെ മരിച്ചത്, നമ്മളെ ദൈവത്തിൽപ്പെട്ട ആളായിരുന്നു, നമ്മളെ സംഘടനയിൽപ്പെട്ട ആളായിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെയൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. നർജു വലാ നുസക്കി അലല്ലാഹി അഹദാ. ഇന്ന ആളുകൾ ആരൊക്കെയോ സ്വർഗത്തിലാണെന്നോ മരിക്കുമ്പോൾ അവരുടെ ഖാത്തിമത്ത് നന്നായെന്നോ ജസ്മ ചെയ്യാൻ പറ്റൂല, ഉറപ്പിച്ചു പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് അള്ളാഹു അറിയുന്ന വിഷയമാണ്. പക്ഷേ നമുക്ക് പറയാം, പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് കാണുന്നത്. കലിമ ചൊല്ലി മരിച്ചിട്ടുണ്ട്, സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളായിരിക്കും, ആള് സ്വർഗത്തിലാണ് 100%, പിന്നെ 200%. ഇതൊന്നും പറയാൻ പാടില്ല. നമുക്കങ്ങനെ സ്വഹാബികളെ കുറിച്ച് നബിതങ്ങൾ ആരെപ്പറ്റിയോ തങ്ങൾ ജസ്മ ചെയ്തു പറഞ്ഞോ, ആ ആളുകളെ കുറിച്ച് മാത്രമേ നമുക്ക് ജസ്മ ചെയ്യാൻ പാടുള്ളൂ. ഉറപ്പിച്ചു പറയാന്ന് പറഞ്ഞില്ലേ, അത് തങ്ങൾ ഉറപ്പ് തന്നവരെ കുറിച്ചേ പറയാൻ പാടുള്ളൂ. ഇതാണ് നമ്മുടെ ശരീഅത്തിന്റെ കാഴ്ചപ്പാട്. നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെ ആവുമെന്ന് ആഗ്രഹിക്കാം, ദുആയിരക്കാം. ആണയിട്ട് പറയാം അങ്ങനെയാണ് 100% പറയാൻ പാടില്ല. സ്വഹാബികളൊക്കെ പേടിച്ച വിഷയമാണ്. ഇനി വഴിയെ ഞാൻ ചില ഹദീസുകൾ കേൾപ്പിക്കുന്നുണ്ട്, നമ്മളൊക്കെ പേടിച്ചു പോകും. ഈ വിഷയം അത്രയും ഡേഞ്ചറാണ്. അതുകൊണ്ട് മുഅ്മിനാണോ എന്ന് ചോദിച്ചാൽ, അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ്, മരണസമയത്ത് അല്ലാഹു എനിക്ക് ഈമാൻ നൽകുകയാണെങ്കിൽ ഞാൻ മുഅ്മിനാണ് എന്നല്ലേ പറയാൻ പറ്റൂ. മരിക്കുമ്പോ നിരീശ്വരവാദിയായിട്ട് മരിച്ചു, കലിമ ചൊല്ലേണ്ട നേരത്ത് കുഫറിന്റെ വാചകങ്ങൾ ഉച്ചരിച്ചു മരിച്ചു, ഡേഞ്ചറാണ്. അത് സംഭവിക്കുമോ എന്ന് പേടിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്ന ഇസ്തിഗ്നാ പറയണം, സുന്നത്താണ്. മുഅ്മിനാണോ എന്ന് ചോദിച്ചാൽ അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ കാരണം, നമ്മളാരും നല്ലവരാണ് എന്ന് നമ്മളെപ്പറ്റി പുകഴ്ത്താൻ പാടില്ല. മുഅ്മിനാണ് എന്ന് പറയുന്നത് സ്വർഗം അല്ലാഹു നൽകുമെന്ന് പറഞ്ഞവരാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞവരാ മുഅ്മിനീങ്ങള്. ഞാൻ മുഅ്മിനാണ് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരോ നല്ലവരാണെന്ന് പറയാൻ നിങ്ങൾ നിങ്ങളെ പുകഴ്ത്തുകയാണത്. അതിനാണ് തസ്കിയത്തുൻ നഫ്സ് എന്ന് പറയാ. ഇത് ശറഇൽ ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്. ആലിമീങ്ങൾ ഇപ്പോൾ ആൾക്കാർ കൈപിടിച്ചു മുത്തും, സയ്യിദന്മാരെ കൈപിടിച്ചു മുത്തും. സയ്യിദന്മാരും ആലിമീങ്ങളും ഒരിക്കലും അങ്ങനെ ഒരാളെ പിടിച്ച് മുത്തിന്ന് വിചാരിക്കുക. അത് മുത്താൻ ഇഷ്ടപ്പെടരുത്, കൈ വലിക്കണം. പക്ഷെ ഒരാൾക്ക് അങ്ങനെ കഴിഞ്ഞില്ല. ഒരിക്കലും ഈ മുത്തുന്ന ആളെക്കാളും ഞാൻ ഉഷാറാണെന്ന് തോന്നാൻ പാടില്ല. കൈ ഇങ്ങനെ വെച്ചുകൊടുക്കാം, മുത്തിക്കോളി എന്ന് പറഞ്ഞിട്ട്. അതിനർത്ഥം എന്താ? ഞാൻ അത്രയും മുത്താൻ പറ്റിയ ആളാണ് എന്നല്ലേ. അതിനാണ് തസ്കിയത്തുൻ നഫ്സ് എന്ന് പറയാ. അത് ശറഇൽ പാടില്ലാത്ത വിഷയമാണ്. അത് ശറഇൽ പാടില്ലെന്നാണ്. ഓരോരുത്തരും അവനവന്റെ ഈമാനെ കുറിച്ച് പേടിക്കണം. ഞാൻ അല്ലാഹു തആല സുമ്മ റദദ്നാഹു അസ്ഫല സാഫിരീൻ, അല്ലാഹുവേ ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്ന് പേടിക്കേണ്ടവരാണ്. മുത്തിക്കോളൂ എന്ന് പറഞ്ഞ് വെച്ചുകൊടുക്കുക. അങ്ങനെ മുത്തിക്കോളി എന്ന് പറയാ. അങ്ങനെ ചെയിൻ മുത്തല്. നമ്മളെ ഇതൊക്കെ ദീൻ കാട്ടിക്കൂട്ടാണോ? നമ്മൾ അള്ളാന്റെ ദീനിനെ പിടിച്ച് കോമാളിത്തരം കാണിക്കുകയാണോ? ഇത് ഈ നിലക്ക് വിട്ടുകൊടുത്താൽ അള്ളാഹുവിന്റെ ദീനിന്റെ ചിത്രം മാറിപ്പോകും. ഇനി വരുന്ന തലമുറ ഇതാ കണ്ടുപിടിക്കുക, നമ്മുടെ ഉസ്താദ്, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ മുമ്പ് ചെയ്തിരുന്നത്, അത് ദീനല്ലേ? അത് ദീനല്ല, അത് ദീനല്ല. തസ്കിയത്തുൻ നഫ്സ് പാടില്ല. ഇമാം ഖസാലി തങ്ങളുടെ ഇഹ്യയെങ്കിലും ഒന്ന് ഓതുക. ഇമാം ഖസാലി തങ്ങളുടെ ഇഹ്യ ഒരു ആവർത്തി ഒന്ന് ഓതി നോക്കുക. ഖൽബൊക്കെ നന്നാവാൻ നല്ലതാ. ഇത്തരക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ് ഞാൻ ആരെയും ഉദ്ദേശിച്ചു പറയല്ല. പക്ഷെ പറയുമ്പോ ചിലപ്പോൾ ആർക്കെങ്കിലും കൊള്ളുന്നുണ്ടെങ്കിൽ സഹിച്ചേ പറ്റൂ. ഞാൻ വിഷയം പറയാണെന്ന് മാത്രം. ഇത് പാടില്ലാത്ത വിഷയമാണ്. ഞാനൊരു ഉഷാർ ആളാണ് എന്ന് ഒരു ആലിമും ഒരു നേതാവും ഒരു സയ്യിദും അവനെ പറ്റി വിചാരിക്കാൻ പാടില്ല. അവരവരെ പറ്റി വിചാരിക്കാൻ പാടില്ല. അത് അവരുടെ സ്ഥാനം കുറക്കാനല്ല, അവരുടെ സ്ഥാനം അള്ളാഹിന്റെ അടുത്ത് ഉയരാൻ വേണ്ടിയായി പറയണത്. അല്ലെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും അല്ലാഹു തആല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.